ഗായ്സ്, ഇപ്രാവശ്യത്തെ മഴയ്ക്ക് നല്ല വെള്ളപ്പൊക്കമാണ്. ഉരുളും പൊട്ടി, അങ്ങനെ നന്നായിട്ട് എല്ലാ സ്ഥലങ്ങളിലും വെള്ളം പൊങ്ങി. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് നല്ല വെള്ളപ്പൊക്കമാണ്. വീട്ടിലൊക്കെ വെള്ളം കയറി. അടുക്കളയിലൊക്കെ ഓൾമോസ്റ്റ് എന്താ പറയുക, മുട്ടിന് മേളിലുണ്ട് വെള്ളം. സാധനങ്ങളൊക്കെ നമ്മൾ പൊക്കി വെച്ച്, പിന്നെ ഭിത്തിയിലൊക്കെ തൊടാൻ പേടിയാണ്. എർത്ത് വരും, എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ മുറിയിലാണേലും എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ പൊക്കി വെച്ച്, കട്ടിലൊക്കെ ആണെങ്കിലും കല്ല് വെച്ച് 2 കല്ല് വെച്ചൊക്കെ പൊക്കിയിട്ടും വെള്ളം കൂടുന്നതനുസരിച്ച് കട്ടിലേ വന്ന് മുട്ടുവാണ്. ഇനിയും കട്ട വെച്ച് പൊക്കണം തോന്നുന്നു. ഫുള്ള് വെള്ളമാണ് മുറിയിലും അടുക്കളയിലും എല്ലാം. ഹാളാണിത്. ഹാളിലും വെള്ളം, നമുക്ക് മുട്ടിന് താഴെ വെള്ളമുണ്ട്. ഓരോ സെറ്റിയുടെ ഇത് ഇരിപ്പെല്ലാം ഊരിയോണ്ടാണ് അവിടെ മുട്ടാത്തത്. പിന്നെ മുറിയിലും എല്ലാം വെള്ളമാണ് ഫുള്ള്. എന്താ പറയുക, ഇത്രയും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ വർഷമാണേലും നമ്മുടെ വീട്ടിൽ കയറി, പക്ഷെ ഇത്ര ഒന്നും കയറിയിട്ടില്ല. ഇത് ഭയങ്കര വെള്ളമാണിത്. 2 കട്ടയ്ക്കാണ് പൊക്കിയേക്കുന്നത്. എന്നിട്ടും വെള്ളം കൂടുതലാണ്. പിന്നെ അലമാരിക്കകത്തും വെള്ളം കയറി, തുണിയൊക്കെ നനഞ്ഞ് ഇത്രയും വെള്ളം വരുമെന്ന് പ്രതീക്ഷ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേശപ്പുറത്തും സെറ്റിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കി വെച്ചു. പിന്നെ നമുക്കൊരു പട്ടിക്കുഞ്ഞുണ്ട്. അതിൻ്റെ കൂട്ടിൽ വെള്ളം കയറിയിട്ടില്ല. പിന്നെ അതിന് ഫുഡൊക്കെ കൊടുത്ത്, അതിൻ്റെ സ്നാക്ക് പ്രൊഡക്റ്റ് അവനെ താഴെ ഇറക്കാൻ പറ്റില്ല, ഭയങ്കര വെള്ളമല്ലേ. പിന്നെന്താ, അത് സേഫായിട്ടായിരിക്കും. നമ്മളൊന്ന് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളൊക്കെ സേഫാണെന്ന് നോക്കണം. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ ആറേതാ, റോഡേതാ, മിറ്റം ഏതാ ഒന്നും അറിയത്തില്ല. അതുപോലെ വെള്ളം. പിന്നെ നല്ല ഒഴുക്കുണ്ട്. നമ്മുടെ ആ റോഡിൽ കൂടെ വരുന്നത് കണ്ടം വഴി കയറി വരുന്ന വെള്ളമായിട്ട് നല്ല ഒഴുക്കാണ്. നമ്മൾ കാല് കുത്തുമ്പോൾ നമ്മുടെ കാല് പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒഴുക്കാണ്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ വീഴാൻ, അപകടം സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് വളരെ. അതുപോലെ ഒഴുക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സേഫായിട്ടിരിക്കുക. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറേയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് വിധി! വെള്ളം വീട്ടിനകത്ത് മുട്ടിന് മേളിൽ വെള്ളം. വീട്ടിനകത്ത് മുട്ടറ്റം വെള്ളം, വെളിയിൽ മുട്ടിന് മേളിൽ വെള്ളം. എന്ന അവസ്ഥയാണ്. കോട്ടയം ജില്ലയിൽ കാരാപ്പുഴ എന്ന സ്ഥലമാണിത്. ഭയങ്കര വെള്ളം. ഞങ്ങൾ അടുത്തൂടെ പോകുന്നതാണ് കൊടൂരാറ്. കൊടൂരാറിൻ്റെ തീരത്താണ്. പക്ഷേ വെള്ളം ഫുള്ള് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സാധനങ്ങളൊക്കെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. 2018 പ്രളയത്തിന് സമാനമായിട്ട് വരികയാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളെ ഈ ഒഴുക്ക് തള്ളുമോ പുറകോട്ട്. ശ്രദ്ധിച്ച് കാല് ഉറപ്പിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ പെട്ടു. ഇത്ര വെള്ളം മതി മരിച്ചു പോകാനായിട്ട്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. ക്യാമ്പിലൊക്കെ പോകുന്നവർ, ബന്ധു വീട്ടിൽ പോകുന്നവരൊക്കെ പോവുക. സേഫ് എന്നല്ലാതൊന്നും പറയാനില്ല. ഞങ്ങളും സുരക്ഷിതമായി ഇരിക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ.